ഹലോ എവ്രി വൺ, എൻട്രി ടെക്നിക്കൽ എക്സാംസിൻ്റെ യൂട്യൂബ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസണിങ്ങിലെ ഒരു ടോപ്പിക്കാണ്. നമുക്ക് സാധാരണ RRBയുടെ ALP എക്സാംസിലൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നതും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് RRB ALP എക്സാമിൽ സാധാരണ റീസണിങ്ങിന് ചോദിക്കാറുള്ള കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ തന്നെ ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആൽഫബറ്റ് ബേസ്ഡ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഇതിൻ്റെ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആൽഫബറ്റ് സീരീസിൽ നിന്ന് വരുന്നുള്ള ചോദ്യങ്ങളും ആൽഫബറ്റ് അനാലജിയിൽ നിന്ന് വരുന്നിട്ടുള്ള ചോദ്യങ്ങളും ഇനി മേ ബി ചില കേസസിൽ നമുക്ക് പിക്ക് ദി ഓഡ് വൺ ഔട്ട് പോലെ സീരീസിൽ തന്നെ തെറ്റായിട്ടുള്ള ടേം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇത്തരം കോൺസെപ്റ്റുകൾ, ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. സോ ആദ്യം തന്നെ എന്താണ് ആൽഫബറ്റ് ബേസ്ഡ് കോഡിംഗ് എന്ന് പറയാം. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ. A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾ നമുക്കറിയാം. എന്നാൽ അവയുടെയൊക്കെ പൊസിഷൻസ് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ അതിൻ്റെ സ്ഥാനങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് ബേസ്ഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് സാധാരണ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആൽഫബറ്റ് ബേസ്ഡ് കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ നിന്നും ചോദിക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ, A ഒന്നാമത്തെ ലെറ്റർ ആണെന്ന് നമുക്കറിയാം, Z അവസാനത്തെ ലെറ്റർ ആണെന്ന് അറിയാം. എന്നാൽ പെട്ടെന്ന് ഇപ്പോൾ ക്യൂവിൻ്റെ പൊസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് പോയി നോക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ക്യൂവിൻ്റെ പൊസിഷൻ ഇവിടെ വരുന്ന 17 ആണ്. അപ്പോൾ ക്യൂവിൽ നിന്നും 2 പൊസിഷൻ മാറിയിട്ടുണ്ടെങ്കിൽ, അതായത് 17 + 2 ചെയ്ത് കഴിഞ്ഞാൽ 19 കിട്ടും. 19th അക്ഷരം S ആണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്, അതായത് ഒരക്ഷരത്തിൻ്റെ മുമ്പിലേക്കോ പുറകിലേക്കോ ഉള്ള ലെറ്റേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോഡുകളായിട്ട് ഉപയോഗിച്ച് വരുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളെയാണ് നമ്മൾ സാധാരണ ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ലെറ്റേഴ്സും അവയുടെ സ്ഥാനങ്ങളും നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് മെമ്മറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോൾ ഈ കാണിച്ച പോലെ ഒരു ടേബിൾ നിങ്ങൾ വരച്ച് നിങ്ങൾ എപ്പോഴും കാണുന്ന എവിടെയെങ്കിലും വെക്കുക. ഇനി അതല്ലെങ്കിൽ ഇത് നിങ്ങൾ പല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു വാക്കിനെ ഞാൻ കോഡ് ചെയ്യാൻ പോകുന്നത് CAT എന്നതിന് പകരം D, B and U എന്നാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ ഈ കോഡ് യൂസ് ചെയ്തിരിക്കുന്നത്? ക്യാറ്റിൽ സിക്ക് പകരം തൊട്ടടുത്ത അക്ഷരമായ D ഇവിടെ നമ്മൾ യൂസ് ചെയ്തു. ഇനി വീണ്ടും ഇവിടെ Aക്ക് തൊട്ടടുത്ത അക്ഷരമായ B ഇവിടെ യൂസ് ചെയ്തു. Tയുടെ തൊട്ടടുത്ത അക്ഷരമായ U ഇവിടെ നമ്മൾ യൂസ് ചെയ്തു. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോൾ ഇവിടെ സിക്ക് നമ്മൾ D യൂസ് ചെയ്തു, Aക്ക് നമ്മൾ B യൂസ് ചെയ്തു, Tക്ക് നമ്മൾ U യൂസ് ചെയ്തു, എല്ലാത്തിനെയും നമ്മൾ +1 യൂസ് ചെയ്തു. അങ്ങനെയെങ്കിൽ ക്യാറ്റിൻ്റെ ഒരു കോഡ് ഇതാണ് എന്നുണ്ടെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ഡോഗ് എന്നതിൻ്റെ കോഡ് എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഡോഗിൽ Dയുടെ തൊട്ടപ്പുറത്തെ ലെറ്റർ ഏതാണെന്ന് ആലോചിക്കുക. D കഴിഞ്ഞാൽ E ആണ് അല്ലേ. അപ്പോൾ അത് അടുത്ത ലെറ്റർ. O കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ P വരണം, G കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ H വരണം. സോ ഈ PH എന്ന് പറയുന്നതായിരിക്കും ഇതിൻ്റെ കോഡായിട്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മളിവിടെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ ചോദ്യം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. If in a certain code language trend is written as USFOE, then how will entry be written in that code language? അപ്പോൾ ട്രെൻഡിൻ്റെ കോഡ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. T, R, E, N and D. അതിൻ്റെ കോഡായിട്ട് USFO and E തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ENTRY ഇതിൻ്റെ കോഡാണ്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ആദ്യം T and U. T കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ ലെറ്ററാണ് U അല്ലേ. സോ +1 ആണ്. R കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ ലെറ്റർ S +1. E കഴിഞ്ഞിട്ട് +1 ചെയ്തപ്പോൾ F കിട്ടി. N കഴിഞ്ഞ് ഇവിടെ നമുക്ക് +1 ചെയ്തപ്പോൾ O കിട്ടി. D കഴിഞ്ഞ് +1 ചെയ്തപ്പോൾ Eയും കിട്ടി. അപ്പോൾ അതേപോലെ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിലോ +1 ചെയ്താൽ F കിട്ടണം. വീണ്ടും +1 ചെയ്തിട്ടുണ്ടെങ്കിൽ MNO കഴിഞ്ഞിട്ട് N കഴിഞ്ഞിട്ട് ഇവിടെ O ആണ്. F കഴിഞ്ഞ് O വരണം. മറ്റ് 2 ആൻസറും ഇവിടെ തെറ്റാണ്. T കഴിഞ്ഞിട്ട് ഇവിടെ U ആണ് വരേണ്ടത്. വീണ്ടും R കഴിഞ്ഞ് ഇവിടെ S വരണം. സോ FOUS എന്ന് പറയുന്നത് ഈ ഓപ്ഷനിലാണ്. സോ ഓപ്ഷൻ B ആണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
ക്ലിയർ? അപ്പോൾ ഇതാണ് ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളുടെ ഒരു നെക്സ്റ്റ് ലെവൽ കോൺസെപ്റ്റാണ്. അതിനെ നമ്മൾ സർക്കുലർ അറേഞ്ച്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സർക്കുലർ അറേഞ്ച്മെൻറ്റ്? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു എ കഴിഞ്ഞിട്ട് ഏതാ ബി, നിങ്ങൾ പറയും. അല്ലെങ്കിൽ എസ് കഴിഞ്ഞിട്ട് ഏതാണ് ടി. എന്നിട്ട് മേ ബി ഡബ്ല്യു കഴിഞ്ഞ് രണ്ടാമത്തെ അക്ഷരം ഏതാന്ന് ചോദിച്ചാൽ ഡബ്ല്യു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ അക്ഷരം വൈ ആണ് നിങ്ങൾക്കറിയാം. എന്നാൽ വീണ്ടും വൈ കഴിഞ്ഞ് രണ്ടാമത്തെ അക്ഷരം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈ കഴിഞ്ഞ് ആകെ സെഡ് അല്ലേ ഉള്ളൂ, പിന്നെ ഏത് അക്ഷരം എന്ന് നമ്മളൊരു പക്ഷേ ചിന്തിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ റീസണിങ്ങിൻ്റെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് വൈ കഴിഞ്ഞ് ഒന്നാമത്തെ അക്ഷരം നമുക്കറിയാം സെഡ് ആണ്. അടുത്ത അക്ഷരം ഒരു +1 കൂടി ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അടുത്ത എ ആണ്. എന്ന് വെച്ചാൽ നമ്മളിവിടെ ABCD അപ് ടു XYZ എന്ന് ഇങ്ങനെ എഴുതുന്നതിന് പകരം റീസണിങ്ങിൽ ഇവിടെ ABCD അപ് ടു XYZ എന്ന് എഴുതി കഴിഞ്ഞ് അടുത്ത ലെറ്റർ വീണ്ടും A തന്നെയാണ്. ക്ലിയർ? അപ്പോൾ നമ്മളോട് ബിയിൽ നിന്നും പുറകിലേക്ക് പോയി മൂന്നാമത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബി കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ എ, പിന്നെ ഒന്നുമില്ലല്ലോ എന്നല്ല. ഇത് ഒന്നാമത്തതാണ്, ഇത് രണ്ടാമത്തതാണ്. ഇനി മൂന്നാമത്തത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ വൈയിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ ഒരു സർക്കുലർ രീതിയിൽ ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ എക്സാമ്പിൾ ചോദ്യം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. Triangle is coded as SQHZMFKD. Which word would be coded as DWSLOKD? എങ്ങനെയാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുക? ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ TRIA നെക്സ്റ്റ് NGLE ട്രയാങ്കിൾ, അത് SQHZ നെക്സ്റ്റ് MFK ആൻഡ് D എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ടിയും എസും എത്രയാണ്? എസ്സിൽ നിന്ന് ടിയിലേക്ക് +1 ആണ് പോകുന്നത് അല്ലേ. അപ്പോൾ ടിയിൽ നിന്ന് എസ്സിലേക്ക് ഇവിടെ -1. 18ഉം 17ഉം -1 ആണ്, ഇവിടെ -1 ആണ്. എയിൽ നിന്ന് പുറകിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഇവിടെ നമുക്ക് Z കിട്ടുന്നത്. സോ ഇവിടുത്തെ റിലേഷൻഷിപ്പ് എന്താണ്? -1 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ? ഇനി നമ്മുടെ ചോദ്യം വിച്ച് വേർഡ് വുഡ് ബി കോഡഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത് അല്ലേ. കോഡ് ഇതാണ്. അപ്പോൾ അതേപോലെ ഈ ക്വസ്റ്റ്യനിൽ കോഡ് DWZLOK ആൻഡ് D ആണ്. നമുക്ക് ഇവിടെ നിന്നും ആക്ച്വൽ വേർഡാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ +1 ആണ് ചെയ്യേണ്ടത്. +1 ചെയ്ത് കഴിഞ്ഞാൽ ഈ വന്നു. ഈ വെച്ചിട്ട് ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഒരു ഓപ്ഷൻ മാത്രമേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം. ഓപ്ഷൻ എയിലുള്ള എക്സാമ്പിൾ ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യങ്ങളെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള മറ്റൊരു ടേം, ഈ ഒരു ടോപ്പിക്കിൽ നിന്നുമുള്ള മറ്റൊരു ടേം റിവേഴ്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആൽഫബറ്റ്സ് ആണ്. എന്താണ് ഈ റിവേഴ്സ് ആൽഫബറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആൽഫബറ്റ്സ് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ABCD അപ് ടു XYZ വരെ ലെഫ്റ്റ് ടു റൈറ്റ് സാധാരണ എഴുതുന്നത് പോലെ അങ്ങോട്ട് എഴുതി. അതിനുശേഷം അതിനെ തിരിച്ച് ഇതേപോലെ ABCD അപ് ടു ഇവിടേക്ക് വീണ്ടും ZY X ആൻഡ് W എന്നിങ്ങനെ തിരിച്ചെഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചെഴുതുന്ന സമയത്ത് കറസ്പോണ്ടിങ് പ്ലേസസിൽ വരുന്ന ഒരേ സ്ഥാനങ്ങൾ വരുന്ന ആൽഫബറ്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് റിവേഴ്സ് ആൽഫബറ്റ് പെയർസ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇവിടെ എയുടെ പ്ലേസ് വാല്യൂ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എയുടെ പ്ലേസ് വാല്യൂ എത്രയാണ്? 1 ആണ്. സെഡിൻ്റെ പ്ലേസ് വാല്യൂ 26, ബിയുടെ പ്ലേസ് വാല്യൂ 2, വൈയുടെ പ്ലേസ് വാല്യൂ 25, സിയുടെ പ്ലേസ് വാല്യൂ 3. പ്ലേസ് വാല്യൂ എന്ന് വെച്ചാൽ മൂന്നാമത്തെ അക്ഷരമാണ്. എക്സ് ഇവിടെ 24ാമത്തെ അക്ഷരം. ഇനി ഇത് നിങ്ങൾ തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. ഇത് രണ്ടും ആഡ് ചെയ്താൽ 27, 25ഉം 2ഉം 27, 24ഉം 3ഉം 27 തന്നെയാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലുള്ള പെയേഴ്സിനെയാണ് നമ്മളിവിടെ റിവേഴ്സ് ആൽഫബറ്റ് പെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും, എങ്ങനെയാണ് ഈ റിവേഴ്സ് ആൽഫബറ്റ് പെയേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കുകയെന്നല്ലേ. ഇത് മുഴുവൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണമെന്നൊരു ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇവിടെ നോക്കുക, എപ്പോഴും റിവേഴ്സ് പെയർ ലെറ്റേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എപ്പോഴും 27 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് ഇൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റെ റിവേഴ്സ് പെയർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇയുടെ ആക്ച്വൽ പ്ലേസ് വാല്യൂ 5 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ 27 ആണ് സമ്മെങ്കിൽ 27ൽ നിന്നും 5 പോയാൽ 22 കിട്ടും. സോ 22ാമത്തെ അക്ഷരം വി ആണ് അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ.
ഓക്കെ, കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇത് നോക്കിക്കേതാ, ഇവിടെ നമുക്ക് ഇ വന്നിട്ടുണ്ട്, ഇയുടെ റിവേഴ്സ് പെയർ ആയിട്ട് വി ആണ് വന്നിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഈസിലി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ലോജിക്ക് നമുക്ക് അറിയാമെങ്കിൽ ചോദ്യങ്ങൾ എളുപ്പത്തിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ചോദ്യമാണ് നമ്മളിവിടെ എടുക്കുന്നത്. If post is coded as KLHG, how is NURS coded as? എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ POST ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ്, ഇവിടെ KLH&G. അപ്പോൾ ഇത് ഞാൻ റിവേഴ്സ് പെയറിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കുന്ന കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതെന്തായാലും റിവേഴ്സ് പെയർ ആയിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് റിയലൈസ് ചെയ്യുക? ഇതിൻ്റെ പ്ലേസ് വാല്യൂ നമുക്ക് എഴുതി നോക്കാം. ഇവിടെ 16ഉം 15ഉം 19ഉം 20ഉം വന്നിട്ടുണ്ട്, 11ഉം 12ഉം 8ഉം 7ഉം വന്നിട്ടുണ്ട്. ഇതിൻ്റെ സമ്മ് നോക്കിക്കേ, സം ഇവിടെ 27 ആണ്, 27 ആണ്, 27 ആണ്, 27 ആണ്. അപ്പോൾ എപ്പോഴാണ് സം ഇതുപോലെ 27 വരുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നതിൽ റിവേഴ്സ് പെയർസ് യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്കിതുപോലെ സം 27 കിട്ടുക അല്ലേ? അപ്പോൾ അടുത്തതിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടേക്ക് NURS ഇതിൻ്റെ റിവേഴ്സ് പെയർ ആണ് നമുക്ക് ഇവിടേക്ക് വേണ്ടത്. എന്നിൻ്റെ റിവേഴ്സ് പെയർ ഏതാണ്? M ആണ്. യുവിൻ്റെ റിവേഴ്സ് പെയർ 21 ആണ് പ്ലേസ് വാല്യൂ. 27-ന് 21 പോയാൽ 6 കിട്ടും അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? എഫ് വരും. എഫ് വെച്ചിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. 6-ൻ്റെ 18, 27-ന് 18 പോയാൽ 9. അപ്പോൾ നമുക്കിവിടെ ഐ ആണ് വരുന്നത്. സോ ഇതും എലിമിനേറ്റ് ചെയ്യാം. എസിൻ്റെ റിവേഴ്സ് പെയർ 19, 27-ന് 19 പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 8 H ആണ് വരിക. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് റിവേഴ്സ് പെയർ ബേസ്ഡ് ആയിട്ടുള്ള കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോഡിംഗ് ആണ് ക്രോസ് കോഡിംഗ് അല്ലെങ്കിൽ ബ്ലോക്ക് കോഡിംഗ്. അപ്പോൾ എന്താണ് ഈ ക്രോസ് കോഡിങ്ങും ബ്ലോക്ക് കോഡിങ്ങും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു വാക്ക് ബ്ലോക്ക് എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ കോഡ് ചെയ്യാം. ഈ എല്ലിനെയും ബിനെയും ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റാം, ഒയിനെ ഇവിടേക്ക് മാറ്റാം, ആൻഡ് ഇവിടെ വീണ്ടും കെയും ഇവിടെ സിയും വരാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാക്കിലെ അതേ ലെറ്റേഴ്സ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, പക്ഷേ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ഥാനങ്ങൾ മാറ്റിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ബ്ലോക്ക് കോഡിംഗ് അല്ലെങ്കിൽ ക്രോസ് കോഡിംഗ്. ഇനി ഇങ്ങനെ തന്നെ വരണമെന്നില്ല. ഇനിയിപ്പോൾ ഇതേപോലെ BLOCK ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബ്ലോക്കായിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം. ഇതൊരു ബ്ലോക്കാണ്, ഇത് അടുത്ത ബ്ലോക്കാണ്. അപ്പോൾ ഒയിനെ നമുക്ക് ഇവിടെ വെക്കാം, ഈ ബ്ലോക്കിനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം, ഈ ബ്ലോക്കിനെ നമുക്ക് ഇങ്ങനെയും കൊണ്ടുപോകാം. അപ്പോൾ ഇതും മറ്റൊരു ടൈപ്പ് ഓഫ് കോഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കോഡിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രോസ് കോഡിംഗ് അല്ലെങ്കിൽ ബ്ലോക്ക് കോഡിംഗ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് മദ്രാസ് MADRAS ഇസ് കോഡഡ് ആസ് DAM നെക്സ്റ്റ് RA ആൻഡ് S. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? ഹൗ ഇസ് മുംബൈ റിട്ടൺ ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ്. അപ്പോൾ മുംബൈ എന്നതിൻ്റെ കോഡ് എന്തായിരിക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? എ ഇവിടെ തന്നെ ഉണ്ട്, ഡി ഇവിടേക്കും പോയി, എം ഇവിടേക്കും പോയി. എ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്, അതിനകത്ത് ഇത് RAS അല്ല SAR ആണ് കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ എഴുതിയതിൽ ഒരു മിസ്റ്റേക്ക് വന്നു. ഇത് SA ആൻഡ് R ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ വീണ്ടും S ഇവിടേക്കും R ഇവിടേക്കും പോയി. അപ്പോൾ അതേപോലെ കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഏതാ കിട്ടുക? ഇവിടെ MUM അതേപോലെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ BAI എന്നുള്ളത് IA ആൻഡ് B എന്ന് കിട്ടും. സോ MUM IAB ഓപ്ഷൻ ഡിയിലാണ് വന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഈസിലി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് റിവേഴ്സ് കോഡിംഗ് എന്ന് പറയുന്നത്. സോ റിവേഴ്സ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വാക്കിൻ്റെ അതേ ലെറ്റേഴ്സ് എക്സാക്ട്ലി റിവേഴ്സ് ഓർഡറിൽ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ റിവേഴ്സ് കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ കോഡ് എന്ന വാക്കിനെ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ EDOC എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ നേരെ തല തിരിച്ചങ്ങ് എടുത്തു അല്ലേ? അപ്പോൾ ഇതേപോലെ വരുന്നതിനെയാണ് നമ്മൾ റിവേഴ്സ് കോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഫയർവുഡ് ഇസ് റിട്ടൺ ആസ് ERIFDOOW. ഹൗ ഇസ് ഫ്രാക്ഷൻ ബി റിട്ടൺ ആസ്? അപ്പോൾ ഇവിടെ ഫയർവുഡിന് FIREWOOD ഇതിനെ നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇവിടെ ERIF നെക്സ്റ്റ് DOOW എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വാക്കിനെ ഒറ്റയടിക്ക് റിവേഴ്സ് ചെയ്യാണോ ചെയ്തിരിക്കുന്നത്? അല്ല, ഈ ഫയർ എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ ഇവിടേക്ക് എടുത്തു, ഇതിനെയാണ് നമ്മളിവിടെ ആദ്യം റിവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഓർഡറിൽ വായിച്ചാൽ അതിവിടെ ഫയറാണ്. വീണ്ടും വുഡ് എന്ന് പറയുന്ന ഈ വാക്കിനെ ഇവിടെ എടുത്തു, അതിനെയും നമ്മൾ ഇവിടേക്ക് എടുത്ത് റിവേഴ്സ് ചെയ്തു.
ക്ലിയർ? അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഫ്രാക്ഷൻ ആണ്, FRACTION. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നതിനെയും TION എന്ന് പറയുന്നതിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടാണ് റിവേഴ്സ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ റിവേഴ്സ് ചെയ്ത് നമുക്ക് ഇവിടെ ഇത് കിട്ടും, FRAC എന്ന് കിട്ടും. അതേപോലെ TION എന്നുള്ളത് TION എന്നും കിട്ടും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? CRAF. സോ CARF ഇവിടെ വന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ C ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ നിന്ന് വരുന്ന ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ആപ്പിലെ ക്ലാസ്സസിൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് വേണ്ട അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള RRB ALP എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇൻ എ സർട്ടൻ കോഡ് ഇഫ് zigzagging is written as AZ, GIZ, GNIGG, how will blizzardly be written in the same code language? അപ്പോൾ സിഗ്സാഗിങ്ങിൻ്റെ കോഡ് തന്നിട്ടുണ്ട്. blizzardly എന്നതിൻ്റെ കോഡ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നിങ്ങൾ നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന വാക്കിൻ്റെ അതേ ലെറ്റേഴ്സാണ് നമ്മുടെ കോഡിലും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരേ വാക്കിൻ്റെ ലെറ്റേഴ്സ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഏത് ടൈപ്പ് ഓഫ് കോഡിങ്ങാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക? ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുന്നത് റിവേഴ്സ് അല്ലെങ്കിൽ ക്രോസ് അല്ലെങ്കിൽ ബ്ലോക്ക് കോഡിംഗ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ ZIG, നെക്സ്റ്റ് ZAGGING അതിൻ്റെ കോഡ് തന്നിട്ടുണ്ട്. ഇവിടേക്ക് AZG, നെക്സ്റ്റ് വീണ്ടും IZG, നെക്സ്റ്റ് NIG ആൻഡ് G. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ക്രോസ് കോഡിങ് വന്നിട്ടുള്ളതെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ക്ലിയർ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം റിപ്പീറ്റ് ആവാത്ത ലെറ്റേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ A നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ A നമുക്ക് ഇവിടെ മാത്രമാണ് വന്നിട്ടുള്ളൂ. ആ Aനെ നേരെ ഇവിടേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ക്ലിയർ? ഇനിയിപ്പോൾ Z, ഇവിടെയും Z ഉണ്ട്, ഇവിടെയും Z ഉണ്ട്. പക്ഷേ ഈ G നേരെ ഇവിടെയുള്ള G ഈ സൈഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്, അല്ലേ? ഈ Gനെ എവിടേക്കെങ്കിലും പോയതായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഈ I നേരെ ഇതിന് ചുറ്റും ഇവിടേക്കും Z ഇവിടേക്കും ഈ Z ഇവിടേക്കും വന്നു. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇതിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ നടുക്ക് നിന്നാണ് ഇതിനെ ക്രോസ് വന്നിട്ടുള്ളത്. I ഇവിടേക്ക് വന്നു, N ഇവിടെ വന്നു, G ഇവിടെ വന്നു, ഈ G ഇവിടെയും ഈ G ഇവിടെയും വന്നു. അപ്പോൾ അതേ ലോജിക്ക് തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്താലോ? ഇവിടെ BLI, ZZ, AR, DL ആൻഡ് Y. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനെ രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ നിന്നാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. സോ ഇവിടെ നമുക്ക് I വരണം, ഇവിടെ Z വരണം, ഇവിടെ L വരണം, ഇവിടെ വീണ്ടും Z വരണം, ഇവിടെ വീണ്ടും B വരണം. സോ ZZILB ഏതിലാണ് വരുന്നത്? എല്ലാ ഓപ്ഷനിലും വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ D വരും, ഇവിടെ നമുക്ക് Y വരും, L വരും, നെക്സ്റ്റ് Rഉം Aയും വരണം. ഓക്കെ, സോ YLDRA ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വേണ്ടത്. സോ അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ YLDRA കറക്റ്റ് ഉണ്ട്, പക്ഷേ ഇവിടേക്ക് ഒരു I എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും വരില്ല. ഈ YLDRAയിൽ ഇവിടെയും വ്യത്യാസം വന്നിട്ടുണ്ട്. LB ആണ്, ഇതും തെറ്റ്. സോ ഓപ്ഷൻ A ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ഇഫ് ഇൻ എ സർട്ടൻ കോഡ് സ്കൈ ജാക്കിംഗ് ഇസ് റിട്ടൺ ആസ് AJYKSGNICK ഹൗ വിൽ ചീപ്പ് ജാക്സ് ബി റിട്ടൺ ഇൻ ദ സെയിം കോഡ് ലാംഗ്വേജ്? അപ്പോൾ ഈ ക്വസ്റ്റനും സിമിലർ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്, അല്ലേ? ഇതാ നോക്കിക്കേ, SKYJACKING. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കോഡ് ഇവിടേക്ക് AJY, നെക്സ്റ്റ് K ആൻഡ് S. അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഈ വാക്കിനെ നമ്മൾ ഇവിടെ നേരെ റിവേഴ്സ് ചെയ്തു. അടുത്ത വാക്കിനെ വീണ്ടും നമ്മൾ ഈ സൈഡിലേക്ക് റിവേഴ്സ് ചെയ്തു, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളൊരു സെപ്പറേറ്റ് റിവേഴ്സ് ചെയ്തു, ഇവിടെയും ഒരു സെപ്പറേറ്റ് റിവേഴ്സ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് G കിട്ടി, N കിട്ടി, I കിട്ടി, K ആൻഡ് C കിട്ടി.
ക്ലിയർ? അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ റിവേഴ്സ് ചെയ്യുക? ഈ ചീപ്പ് എന്നുള്ളതിനെ ആദ്യം റിവേഴ്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ ഏതാ കിട്ടുക? PAEHC ആണ് കിട്ടേണ്ടത്. PAEHC ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. ഇവിടെ HC ഓക്കെ ആണ്, ഇവിടെ ഓക്കെ ആണ്. നെക്സ്റ്റ് SKCAJ വരണം. SKCAJ ഇതിൽ വന്നിട്ടുണ്ട്. SKCAJ ഇതിൽ ഒരു C അധികം വന്നിട്ടുണ്ട്. ഇവിടെ CSKAJ ഇതും തെറ്റ്. സോ ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി വീണ്ടും മറ്റൊരു ചോദ്യം. ഇഫ് ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് puzzling is written as ZZUPGNIL, നമുക്ക് how is GPJAPA is written as IPIJAPAJ, then how will Swizzled be written in the same code language? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം രണ്ട് പേര് തന്നിട്ടുണ്ടെങ്കിലും അത് രണ്ടും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ PUZZLING പസിലിംഗ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ZZ ആൻഡ് UP അതെവിടെ നിന്നാണ് നമുക്ക് വന്നിട്ടുള്ളത് നോക്കിക്കേ. ഇവിടെ നിന്ന് വന്നിരിക്കുന്ന PU നേരെ റിവേഴ്സായി UP ആയി. ക്ലിയർ? ഇനി അതിൻ്റെ ബാക്കി ലെറ്റേഴ്സ് കൂടി നമുക്ക് നോക്കാം. ബാക്കി ലെറ്റേഴ്സിൽ ഇവിടെ P കഴിഞ്ഞിട്ട് GNI ആൻഡ് L. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലോ ഇവിടെ L ആൻഡ് I, ഇവിടെ I ആൻഡ് L വന്നിട്ടുണ്ട്. ക്ലിയർ? സോ അപ്പോൾ ഇത് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്, ഇത് വീണ്ടും ഇവിടെ റിവേഴ്സ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം സ്വിസിൽഡ് ആണ്. അപ്പോൾ ഇതിവിടെ ഫസ്റ്റ് ഏത് വരണം? SW കഴിഞ്ഞ് IZ ആണ്, അത് നേരെ ZI വരണം. അതപ്പോൾ ഇത് എല്ലാത്തിലും കോമൺ ആയത് കാരണം നമുക്കത് മുഴുവൻ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ D എന്തായാലും വരില്ല. ഇനി EDക്ക് പകരം ഇവിടെ DE വരണം. നെക്സ്റ്റ് ZL പകരം LZ വരണം. സോ ഓപ്ഷൻ D ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇതിൽ നിന്ന് വരുന്ന അടുത്ത ചോദ്യം. If Misli is written as ZIMLYLZ, puzzle is written as ZUPELZ, what will buzzword be written in the same code language? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ലോജിക്ക് എങ്ങനെയാണ് വരുന്നത് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നമ്മുടെ കോമെൻറ്റ്സിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് കവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ആൽഫബറ്റ് ബേസ്ഡ് കോഡിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ബേസിക് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാം, അതായത് ഇച്ചിരിയും കൂടെ സ്പീഡ് കൂട്ടി സോൾവ് ചെയ്യാനുള്ള ട്രിക്സും ഒക്കെ നമ്മുടെ ആപ്പിലാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കോമെൻറ്റ്സിൽ സജഷനായിട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.